ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം KSRTC ബസ്സിലെ ജീവനക്കാരോട് ഒരു കാര്യം പറയണ്ടേ, അതായത് ബസ്സിൽ കയറുന്ന യാത്രക്കാരോട് മാന്യമായി പെരുമാറണം എന്നൊരു കാര്യം. അദ്ദേഹത്തിന്റെ വാക്കുകളെ ബഹുമാനിച്ച് അത്രയും നല്ല വില കൽപ്പിച്ചുകൊണ്ട് അതിനകത്ത്, അതായത് KSRTC ബസ്സിൽ ഒരു ജീവനക്കാരെ കൃത്യമായിട്ട് നമുക്ക് പൂമാലയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യമാണ് ഇന്ന് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളെ, പേര് ഇതിനകത്ത് ഞാൻ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, സ്ഥലം ചെറുവഴിക്കൽ എന്ന് പറയുന്നതാണ്, കൊല്ലത്ത് കരുനാഗപ്പള്ളിയോട് അടുപ്പിച്ചുള്ള സ്ഥലമാണെന്ന് പറയുന്നത്. അപ്പം ആ മകള് സ്കൂളിൽ പോയിട്ട് ഈ പറയുന്ന ഫുട്ബോൾ കോച്ച്, അങ്ങനെ കോച്ചിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സന്ധ്യയായി, വണ്ടിയിൽ കയറി. പാവത്തിൻ്റെ കയ്യിൽ 2 രൂപ കുറവുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മകള് വണ്ടിയിൽ കയറിയ സമയത്ത് കണ്ടക്ടർ ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആശ്വാസം ആ മകൾക്കുണ്ടായി കാണും. ആ പെൺകുഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞു, കണ്ടക്ടർ ആൻറ്റി, എൻ്റെ കയ്യിൽ 2 രൂപ കുറവുണ്ട്, എനിക്ക് യാത്ര ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. പറഞ്ഞ ഉടനെ, കേട്ട് തീരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയുടെ വാക്കുകൾ അനുസരിക്കുന്ന അതിലെ ജീവനക്കാരെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയുകയാണ്, പൈസ ഇല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പാടില്ല. ഇത്രയും പറയുക മാത്രമല്ല, ബാക്കി പരിപാടികളും കൃത്യമായിട്ട് കണ്ണ് ചിമ്മുന്ന വേള എന്നൊക്കെ പറയില്ല, അതിനിടയിൽ തന്നെ പൂർത്തീകരിച്ച് വെക്കുകയും ചെയ്തു. അതായത് ആ പെൺകുഞ്ഞിനെ ഒരു പെൺകുട്ടിയാണ് എന്നുള്ള ഒരു മര്യാദ പോലും കാണിക്കാതെ വഴിയിൽ ഇറക്കി വിടുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. എത്ര നമുക്ക് സ്തുതി പാടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യമാണ്, ഒരു പ്രവൃത്തിയാണ് ആ വനിതാ കണ്ടക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായെന്ന് ആലോചിച്ച് നോക്കിയേ. നേരിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ചുടുചായ മേടിച്ച് കൊടുക്കുമെന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ ചുടുചായ എടുത്ത് മോന്തയ്ക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള പ്രവൃത്തിയാണ് അവൾ ചെയ്തു വെച്ചത്. കാരണം ഈ നാട് എത്രത്തോളം അധപ്പതിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിക്ക്, ഈ പറയുന്ന പ്രായപൂർത്തിയായിട്ടുള്ള, അല്ലെങ്കിൽ പോലും ഒരു പിഞ്ചു കുഞ്ഞിന് പോലും, പെൺകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പോട്ട്, ആൺകുഞ്ഞിനെ പോലും ഈ പറയുന്ന വൃത്തികെട്ട രീതിക്ക് ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള അത്രയും വഷളായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് ഈ പറയുന്ന പാതിരാത്രിയോടടുത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന സന്ധ്യയോടടുത്ത് ആ പെൺകുഞ്ഞിന് 10-13 വയസ്സുണ്ട് അതിന്. അപ്പം ഇങ്ങനൊരു സ്ഥലത്തേക്ക് 2 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ ഇറക്കി വിടുക എന്ന് പറയുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പെണ്ണ് തന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, അതായത് പോട്ടെ, ഒന്നും വായിക്കുകയും എടുക്കുകയും ഒന്നും ചെയ്യാതെ ഒരു മൂലയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീ, ഒന്നും നോക്കുന്നില്ല, ഒന്നിനെക്കുറിച്ച് വിവരം ബോധം ഒന്നുമില്ലാത്ത ഒരു ബുദ്ധി വളർച്ച ഇല്ലാത്തൊരു സ്ത്രീ ഇത്തരത്തിൽ പെരുമാറി, അടിച്ചു ഒടിച്ചു അല്ലെങ്കിൽ തള്ളിയിട്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനൊരു മറുവശത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുപോലൊരു ജോലിയിൽ കയറണമെങ്കിൽ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം. ജനറൽ നോളേജ് ആയാലും ഈ പറയുന്ന വാർത്തകളായാലും ബാക്കി കാര്യങ്ങൾ, ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അത്രയും ഇതുണ്ടെങ്കിൽ ഈ ഒരു ജോലിയിൽ കയറാൻ പറ്റൂ. അങ്ങനെ കയറിയ, അത് ഞാൻ അല്ലാത്ത രീതിക്ക് പറയുകയാണ്, കാരണം അങ്ങനെയെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട്, ഒരു പക്ഷേ ഈ സ്ത്രീയുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നെങ്കിൽ പോലും മര്യാദയ്ക്ക് അയാളുടെ പോക്കറ്റിൽ നിന്ന് 2 രൂപ എടുത്ത്, അല്ലെങ്കിൽ പോട്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ അനുവദിച്ചേനെ. അതാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരിക്കലും നമ്മൾ പുരുഷന്മാരെ മാത്രമായിട്ട് പല കാര്യങ്ങളിലും കുറ്റം പറയാനാണ് ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. അത് പാടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കി തരുന്നത്. അതായത് പുരുഷനെക്കാഴി അധപ്പതിക്കുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ സ്ത്രീകളുടെ പോക്ക്. പല സ്ത്രീകളുടെ, എല്ലാ സ്ത്രീകളുടെ കാര്യമില്ല, ചിലരെങ്കിലും ഈ പറയുന്ന നികൃഷ്ട ജീവികളായിട്ട് മാറുന്നുണ്ട്. അവൾക്കും ഉണ്ടാകില്ല ഒരു മകള്, അല്ലെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാത്തയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ പറയുന്ന കണക്ക് ഒരു മകൾ ഉണ്ടാകുമ്പോഴത്തേ അവളോടാണ് ഈ പദത്തിൽ പെരുമാറുന്നതെന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലെ മിണ്ടാതിരിക്കും. അപ്പം കിട്ടേണ്ടുള്ളത് കിട്ടേണ്ട സമയത്ത് ആ ജോലിയിൽ തുടരാൻ അനുവദിക്കുകയേ പാടില്ല. ഇത്രയ്ക്ക് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ്? അതും ഈ പറയുന്ന ബാലാവകാശ കമ്മീഷൻ കേസ് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ ഇത്തരത്തിൽ ചെയ്തതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റും. അതിനകത്തൊരു ഈ പറയുന്ന ഡ്രൈവർ കാണുമായിരുന്നായിരിക്കും. അപ്പം ഇറക്കി വിടുന്ന സമയത്ത് എന്തായാലും ആ കുഞ്ഞ് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ. ആ സമയത്ത് അവർക്കൊന്ന് ഇടപെടാമായിരുന്നു. ഇല്ല, അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഈ പറയുന്ന ബസ്സിനകത്ത് ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവർക്ക് എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാൻ പറ്റുന്ന ഉത്തരം എന്ന് പറയുന്നത്, അതിനകത്തിരുന്ന പല ആൾക്കാരും ഞങ്ങൾ പൈസ തരാം എന്ന് പറഞ്ഞിട്ടും കുട്ടി പറയുന്നതെന്ന് പറയുന്നത് അതിനുള്ള അവസരം പോലും കൊടുക്കാതെ ഇറക്കി വിടുക ചെയ്യുന്നെന്ന് പറയുന്നത്. അപ്പം ആലോചിച്ച് നോക്കിയേ, ഇത്രയ്ക്ക് തരത്തിൽ ആ കുഞ്ഞിനോടൊരു പ്രതികാര നടപടി എന്നുള്ള
എന്നുള്ള രീതിക്ക് 13 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് കാണിക്കണമെങ്കിൽ ആ സ്ത്രീയുടെ മെൻറ്റാലിറ്റി എന്താണെന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ മൈൻഡ് സെറ്റിൽ എന്തോ കുഴപ്പമുണ്ട്. നമ്മൾ ചില സമയത്തെങ്കിലും കളിയാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളിലേക്കൊക്കെ, ഈ ഓഫീസുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ബാങ്കുകളിലേക്കോ മറ്റു ചെല്ലുന്ന സമയത്ത് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ചൂടായിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മൾ തമാശയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. വീട്ടിൽ ഭർത്താവിൻ്റെ അടുത്ത് വഴക്കൂടിയിട്ടായിരിക്കും വന്നത്. പറയുന്ന പുരുഷനാണെങ്കിൽ ഭാര്യയായിട്ട് നമ്മൾ കളിയാക്കി പറയാറുണ്ട്. അങ്ങനെ വല്ല പ്രശ്നമാണോ ആ സ്ത്രീയുടെ എന്ന് അറിയത്തില്ല. പിന്നെ കുറേ ആൾക്കാർ ഇതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണോ മറ്റെന്ത് തരത്തിലാണോ എന്തോ പറയപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ശമ്പളം പോലും കിട്ടാതെ കഴിയുന്ന ആൾക്കാർ, ശമ്പളം കിട്ടാതിരിക്കുന്നതുകൊണ്ട് മനുഷ്യത്വം ഇല്ലാതായി പോവുക. അവരുടെ വീട്ടിലും കാണില്ലേ അമ്മയും അച്ഛനും ബാക്കിയുള്ള ആൾക്കാരും, അവർക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ നമ്മളിപ്പം കണ്ടതല്ലേ ഉള്ളൂ. എത്രയോ സ്വത്തുകൾ ഉണ്ടാക്കി വെച്ച്, എത്രയോ കോടിക്കണക്കിന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഒന്നും ഇല്ലാതായി പോകുന്ന, ഒരു കിടക്കാൻ ഒരു പായ പോലും, ഇടാനൊരു വസ്ത്രം പോലും ഇല്ലാതെ പെരുവഴിയിലേക്ക് ഇറങ്ങി പോകേണ്ട അവസ്ഥയിൽ എത്തിക്കാൻ ഈശ്വരന് ഒറ്റ നിമിഷം മതി. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഏറ്റവും നശ്വരമായിട്ടുള്ള, ഏറ്റവും ക്ഷണികമായിട്ടുള്ള ജീവിതമാണ് മനുഷ്യൻ്റെ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ജീവിതമാണെന്ന് പലതവണ പ്രകൃതിയും ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് കാട്ടി തന്നിട്ട് പോലും മനുഷ്യൻ നന്നാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് കിട്ടേണ്ടത് കിട്ടിയാൽ മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് തന്നെയാണ്. അപ്പം ഇത്തരത്തിലൊരു ജോലി ഉള്ളതിൻ്റെ അഹങ്കാരമാണോ, അതോ ഈ പറയുന്ന ആരോടെങ്കിലും ഉള്ള രോഷം ആ കുഞ്ഞിനോട് തീർത്തയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കിട്ടേണ്ടത് കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ഈ പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രി കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഇതിനോടകം തന്നെ ഈ ഒരു വാർത്ത എത്തിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ ഈ വാർത്ത അറിഞ്ഞിട്ടുള്ള ഓരോരുത്തരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും ഉടനടി തന്നെ നടപടി സ്വീകരിക്കുന്ന ഒരു ഗതാഗത മന്ത്രിയാണ് നമുക്കുള്ളതെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞിന് കൂടിയാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഗണേഷ് കുമാർ സാറാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ അടുത്ത് എത്താനുള്ള ഒരു ചാൻസും ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ നടപടികളെല്ലാം അത്തരത്തിലാണല്ലോ. അദ്ദേഹം ഈ പറയുന്ന ഒരുപാട് അവകാശ ലംഘനങ്ങളൊക്കെ ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതൊക്കെ പെട്ടെന്ന് തന്നെ ഒത്തുതീർപ്പാക്കി നടപ്പിലാക്കിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അദ്ദേഹം ഇതിനൊരു തീർപ്പ് ഉണ്ടാക്കട്ടെ ആ സ്ത്രീക്ക്. അത് ഏതായാലും ഇതുവരെ ബാക്കി ഒരു ചാനലുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയയിലൊന്നും ആ വനിതാ കണ്ടക്ടറുടെ ഒരു ഇത് വന്നിട്ടില്ല, ബൈറ്റോ അല്ലെങ്കിൽ അവരുടെ സംസാരമോ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി എന്നുള്ളൊരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് എന്ത് തന്നെ ആയാലും, എന്ത് തരത്തിൽ സാധൂകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, ഇതിനെ മറുവശം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഇതൊരു പെൺകുഞ്ഞാണ്, പെൺകുഞ്ഞല്ല ആൺകുഞ്ഞായാലും. പക്ഷെ പെൺകുഞ്ഞിൻ്റെ കാര്യം നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. പിച്ച് ചീന്താൻ വേണ്ടി നോക്കി നിൽക്കുന്ന കഴുകന്മാർ എവിടെയൊക്കെയാണ് പാർത്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത അത്രയും ദുഷിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് സന്ധ്യസമയത്ത് ആ കുഞ്ഞിനെ, പിന്നീട് ഒരു അമ്മൂമ്മ മറ്റോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വരികയും പിന്നീട് ആ കുഞ്ഞിൻ്റെ അച്ഛനെയോ മറ്റോ ഫോൺ വിളിച്ച് അങ്ങനെ എന്തോ ആണ് ആ കുട്ടി വീട്ടിലെത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അതിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഈ സ്ത്രീ ഉത്തരവാദിത്തം പറയുമായിരുന്നു. ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും അച്ഛനും ആണ് ഇല്ലാതായി പോകുന്നത്. പക്ഷെ ജന്മത്തിൽ ഈ സ്ത്രീക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ഓരോ സെക്കൻഡിൽ ഇവർ നീറി കഴിയേണ്ടി വരത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും മുന്നും പറയത്തില്ലേ, 2 തവണ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യാമെന്നുള്ളത്. അത് കൃത്യമായിട്ട് പലപ്പോഴും ആൾക്കാർ ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്യുന്നതിൻ്റെ ദോഷവശങ്ങളാണ് പിന്നീട് അവർക്ക് തന്നെ പാരയായി പണിയായി മാറുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ട് എല്ലാവരും പ്രതികരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഒരു പെൺകുഞ്ഞിനോട് ഇത്തരത്തിൽ ഒരു സ്ത്രീ തന്നെ പെരുമാറുന്ന സമയത്ത് സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പുരുഷന്മാരെ എപ്പോഴും ഈ പറയുന്ന ഇത്തരത്തിലേക്ക് നെഗറ്റീവുകളിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്ന സമയത്ത് ഇപ്പം എന്തായാലും നമ്മൾ കാണുന്നില്ലേ ഓരോ വാർത്തകളിലും പുരുഷന്മാർ ഈ പറയുന്ന കണക്ക് ഭാര്യ ഇട്ടിട്ട് കാമുകിയോട് ഒളിച്ചോടി പോയി എന്നുള്ള വാർത്തയെക്കാളും കൂടുതൽ കേൾക്കുന്നത് ഭർത്താവിനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് കൊന്നിട്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന സ്ത്രീകളുടെ കഥകളാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൈരുദ്ധ്യാത്മക ഇപ്പം സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ പ്രശ്നങ്ങൾ എവിടെയൊക്കെയോ മനുഷ്യ മനസ്സുകളിൽ സംഭവിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന് കിട്ടേണ്ട നീതി വാങ്ങിക്കൊടുക്കാനായിട്ട് നമ്മുടെ ഗതാഗത മന്ത്രി ശ്രമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.